വെൽക്കം ബാക്ക് ടു ഇൻഷുറൻസ് ബൾസ്. അപ്പോൾ നമ്മുടെ പുതിയൊരു യൂട്യൂബ് വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പോൾ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ നോട്ടിഫിക്കേഷൻ ഒന്ന് എനേബിൾ ചെയ്യുക. സോ ദാറ്റ് നിങ്ങൾക്ക് നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസും നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ്. സോ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ എന്താ ഡിസ്കസ് ചെയ്യാൻ പോകുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ICICI ലൊംബാർഡ് ജനറൽ ഇൻഷുറൻസ് കമ്പനിയുടെ ഒരു ഹെൽത്ത് ഇൻഷുറൻസ് പോളിസിയെക്കുറിച്ചാണ്. ഹെൽത്ത് അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞിട്ട് ആൾറെഡി ഒരു പ്രൊഡക്റ്റ് അവർക്ക് ഉണ്ടായിരുന്നെങ്കിലും അതിപ്പോൾ കുറച്ചുകൂടി ഫീച്ചേഴ്സ് ആഡ് ചെയ്ത് ഹെൽത്ത് അഡ്വാൻറ്റേജ് 2.0 എന്നൊരു വേർഷനാക്കി അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു പോളിസിയെക്കുറിച്ചാണ് നമ്മളിന്ന് പരിചയപ്പെടാൻ പോകുന്നത്. അപ്പോൾ നേരെ വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ ICICI ലൊംബാർഡിനെ കുറിച്ച് പറയുകയാണെങ്കിൽ എന്തുകൊണ്ട് ICICI ലൊംബാർഡ് എന്ന ചോദ്യത്തിന് ഏഷ്യയിലെ വൺ ഓഫ് ദി ലാർജസ്റ്റ് പ്രൈവറ്റ് സെക്ടർ ഇൻഷുററാണ് ICICI ലൊംബാർഡ്. ഓക്കെ, അവരുടെ ക്യാഷ്ലെസ് ക്ലെയിം അപ്രൂവൽസ് ഒക്കെ മാക്സിമം നമുക്ക് 60 മിനിറ്റ്സിൽ തന്നെ നമുക്ക് കിട്ടുന്നുണ്ട്. പിന്നെ ക്യാഷ്ലെസ് എവരിവെയർ എന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ നമ്മൾ IRDAയുടെ ഒരു റൂൾ ഉണ്ടായിരുന്നു. നമുക്ക് പ്ലാൻഡ് ആയിട്ടുള്ള ഹോസ്പിറ്റലൈസേഷൻ ആണെങ്കിൽ ഏത് ഹോസ്പിറ്റലാണെങ്കിലും നമുക്ക് 48 hours മുന്നേ നോൺ നെറ്റ്വർക്ക് ആണെങ്കിൽ പോലും നമ്മൾ അറിയിച്ചു കഴിഞ്ഞാൽ നമുക്ക് ക്യാഷ്ലെസ് ഫെസിലിറ്റി അവിടെ കിട്ടണം എന്നുള്ളൊരു റൂൾ അതൊക്കെ ഒരു വർഷം മുന്നേ കൊണ്ടുവന്ന ഒരു കമ്പനിയാണ്. ക്യാഷ്ലെസ് എവരിവെയർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഓപ്ഷൻ ആദ്യമായിട്ട് കൊണ്ടുവന്ന ഒരു കമ്പനി കൂടിയാണ് ഈ ICICI ലൊംബാർഡ്. ഓക്കെ, അപ്പോൾ അവരുടെ തന്നെ IL ടേക്ക് കെയർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വെൽനസ് ആപ്പ് ഉണ്ട്, കസ്റ്റമർ ആപ്പ് ഉണ്ട്. അതിൽ നിന്ന് തന്നെ നമുക്ക് ഈ ക്യാഷ്ലെസ് എവരിവെയർ ഫെസിലിറ്റിയൊക്കെ ആക്സസ് ചെയ്യാൻ പറ്റുന്നതാണ്. ദെൻ പ്രീ പോസ്റ്റ് ഹോസ്പിറ്റലൈസേഷൻ ആൻഡ് എക്സ്പെൻസ് ക്ലെയിം ചെയ്യുക എല്ലാം തന്നെ ഈ ഡിജിറ്റൽ ക്ലെയിം പ്രോസസ്സാണ് വരുന്നത് ഇവർക്ക്. സോ ദാറ്റ് നമ്മുടെ ക്ലെയിംസിൻ്റെ ട്രാക്സ് അറിയാനും എല്ലാം തന്നെ ഈ ഒരു ആപ്പിലൂടെ സാധിക്കും. സോ ICICI ലൊംബാർഡിൻ്റെ ഒരു ക്ലെയിം സെറ്റിൽമെൻറ്റിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നമുക്ക് ഒരു 100% കംപ്ലീറ്റ് ക്ലെയിം സെറ്റിൽമെൻറ്റാണ് നമ്മുടെ ഇൻഷുറൻസ് ബൾസ് ത്രൂ നമ്മുടെ ചാനൽ ത്രൂ കൊടുത്ത പോളിസീസ് എല്ലാം തന്നെ നമ്മൾ കാണാൻ കഴിഞ്ഞിരിക്കുന്നത് നമ്മൾ നോക്കുകയാണെങ്കിൽ. ഓക്കെ, അപ്പോൾ ICICI ലൊംബാർഡിൻ്റെ ടോട്ടലി യൂസേഴ്സിന് അത് മനസ്സിലാവും. നമുക്ക് ഈ ഫുൾ ക്ലെയിം സെറ്റിൽമെൻറ്റ് ഇപ്പോൾ സ്ക്രീനിൽ കാണുന്ന പോലെ നമ്മൾ എന്ത് എമൗണ്ട് ആണോ നമ്മൾ ഹോസ്പിറ്റൽസ് റിക്വസ്റ്റ് ചെയ്തത് അത് ഫുൾ എമൗണ്ട് നമ്മൾ കൺസ്യൂമബിൾ അടക്കം ആണ് നമ്മൾ പ്ലാൻ എടുത്തിട്ടുള്ളതെങ്കിൽ നമുക്ക് ഫുൾ എമൗണ്ട് തന്നെ സെറ്റിലായി കിട്ടുന്നുണ്ട്. അപ്പോൾ 100% ക്ലെയിം സെറ്റിൽമെൻറ്റ് നമുക്ക് ഈ പ്ലാനിലൂടെ പ്രതീക്ഷിക്കാം. നമ്മളെ ക്ലെയിം സക്സസ്ഫുൾ ആയിട്ടുണ്ട് പറഞ്ഞ് മെസ്സേജ് വന്നിട്ടുണ്ട്. അപ്പോൾ അതിന് സഹായിച്ച നമ്മളെ ഏജൻറ്റിന് ശിവക്ക് താങ്ക് യു ശിവ, ഭയങ്കര ഒരു ഹെൽപ്പാണ് ചെയ്തത് കേട്ടോ. ഭയങ്കര താങ്ക് യു. ഇപ്പോൾ പുതിയൊരു പ്ലാനിൽ കുറച്ച് പ്രീമിയം കൂടുതലായിട്ടുണ്ടെങ്കിൽ നമുക്ക് അതിൻ്റെ ഫീച്ചേഴ്സൊക്കെ അപ്ഗ്രേഡ് ചെയ്തിട്ടാണ് വന്നിട്ടുള്ളത്. സോ ദാറ്റ് ഓരോന്നും നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ഈ പ്ലാൻ നമുക്ക് 5 ലക്ഷം മുതൽ 3 കോടി വരെ സമ്മർ ഷോർഡ് ഓപ്ഷനിൽ നമുക്ക് തരുന്നുണ്ട്. 1 വർഷത്തേക്ക് 2 വർഷത്തേക്ക് 3 വർഷത്തേക്ക് വേണമെങ്കിൽ ഒരുമിച്ച് എടുക്കാം. അപ്പോൾ മൾട്ടി ഇയർ ആയിട്ട് 2 ഇയറിനൊക്കെ എടുക്കുകയാണെങ്കിൽ 10% ഡിസ്കൗണ്ട്, 3 വർഷത്തേക്കൊക്കെ ഒരുമിച്ച് എടുക്കണമെങ്കിൽ 15% ഡിസ്കൗണ്ട് കമ്പനി തരുന്നുണ്ട്. പിന്നെ റൂം റെൻറ്റിൽ ഒരു ചേഞ്ച് ഉണ്ട്. പഴയ പ്ലാനിൽ നമുക്ക് നമുക്ക് എനി കാറ്റഗറി സ്യൂട്ട് റൂം വരെ എടുക്കാൻ പറ്റുമായിരുന്നു. പക്ഷേ സിംഗിൾ പ്രൈവറ്റ് റൂമാണ് നമുക്ക് പുതിയ പ്ലാനിൽ അപ് ടു 20 lakhs വരെ കൊടുക്കുന്നത്. 20 ലക്ഷത്തിന് മുകളിലുള്ള കവറേജ് ഒരു വ്യക്തി ചൂസ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ സ്യൂട്ട് റൂം വരെ നമുക്ക് എടുക്കാനായിട്ട് പറ്റുന്നതാണ്. റൂം റെൻറ്റ് ക്യാപ്പിംഗ് വരുന്നില്ല. ബട്ട് യൂഷ്വലി നമ്മൾ ഒരു 5 ലക്ഷത്തിന് പോളിസിക്ക് എടുക്കുന്ന ഒരു മിക്കവാറും നമ്മളൊക്കെ ചൂസ് ചെയ്യുന്നത് സിംഗിൾ പ്രൈവറ്റ് റൂം തന്നെയായിരിക്കും. ബിക്കോസ് കവറേജിൽ ഒരു കുറവ് വരേണ്ടെന്ന് കരുതിയിട്ട് അല്ലേ. അപ്പോൾ സ്യൂട്ട് റൂമൊക്കെ കൂടുതലും നമുക്ക് കവറേജ് ഒരു 20 ലക്ഷത്തിന് മുകളിലൊക്കെ ഉണ്ടെങ്കിലാണ് നമുക്ക് കുറച്ചും കൂടി യൂസ്ഫുൾ ആവുക. ഓക്കെ, അപ്പോൾ നമുക്ക് അതുപോലെ തന്നെയാണ് ഈ ഒരു പ്ലാനിൽ ഒരു മാറ്റം അവർ വരുത്തിയിരിക്കുന്നത്. അപ് ടു 20 lakhs വരെ നമുക്ക് സിംഗിൾ പ്രൈവറ്റ് റൂം, അതിനുശേഷമുള്ള കവറേജിൽ 20 ലക്ഷത്തിന് മുകളിൽ നമുക്ക് സ്യൂട്ട് റൂം കവറേജ് കൊടുക്കുന്നുണ്ട്. ഡേ കെയർ പ്രൊസീജിയേഴ്സ് എല്ലാം നമുക്ക് പറയുകയാണെങ്കിൽ അപ് ടു സമ്മേഴ്സോട് വരെ കവർ ചെയ്യുന്നുണ്ട്. ഡേ കെയർ പ്രൊസീജിയർ എന്ന് പറയുമ്പോൾ 24 മണിക്കൂർ അഡ്മിഷൻ്റെ ആവശ്യമില്ലാതെ രാവിലെ അഡ്മിറ്റ് ആയാലും വൈകിട്ട് നമുക്ക് ഡിസ്ചാർജ് ആവാൻ പറ്റുന്ന ലൈക്ക് കാറ്ററാക്ട് ഒക്കെ നമുക്ക് ഡേ കെയർ ട്രീറ്റ്മെൻറ്റിന് ഒരു എക്സാമ്പിളാണ്. ഓക്കെ, അത് അപ് ടു സമ്മേഴ്സോട് കവർ ചെയ്യുന്നുണ്ട്. ആയുഷ് മന്ത്രാലയത്തിന് കീഴിൽ വരുന്ന ആയുർവേദ അതുപോലെ യുനാനി ഇതുപോലുള്ള ചികിത്സകളാണ് ആയുഷ് ഹോസ്പിറ്റലൈസേഷൻ എന്ന് പറയുന്നത്. അത് അപ് ടു സമ്മേഴ്സോട് വരെ കവർ ചെയ്യുന്ന പ്ലാനാണ്. ഡൊമിസിലിയറി ട്രീറ്റ്മെൻറ്റ് ഈ പ്ലാനിൽ കവേർഡ് ആണ്. ഹോം കെയർ ട്രീറ്റ്മെൻറ്റ് സമ്മർഷൂഡിൻ്റെ 5% വരെ മാക്സിമം 1 ലക്ഷം രൂപ വരെ നമുക്ക് ഈ പ്ലാനിൽ കവർ ചെയ്യുന്നുണ്ട്. പ്രീ ആൻഡ് പോസ്റ്റ് ഹോസ്പിറ്റലൈസേഷൻ എക്സ്പെൻസ് പ്രീ ഹോസ്പിറ്റലൈസേഷൻ ആണെങ്കിൽ 60 ദിവസം വരെയും, പോസ്റ്റ് ഹോസ്പിറ്റലൈസേഷൻ ഡിസ്ചാർജിന് ശേഷമുള്ള ചിലവുകൾ 150 ദിവസം വരെ ഈ പ്ലാനിൽ നമുക്ക് ക്ലെയിം ചെയ്യാൻ പറ്റും. ഇതിൽ മുന്നത്തെ ഹെൽത്ത് അഡ്വാൻറ്റേജ് പ്ലാനിൽ നമുക്ക് റീസ്റ്റോറേഷൻ ബെനിഫിറ്റ്, അതായത് റീഫിൽ ബെനിഫിറ്റ് ഒന്നും ഉണ്ടായിരുന്നില്ല. വൺ ടൈം റീസ്റ്റോർ ബെനിഫിറ്റ് ആണ് ഉണ്ടായിരുന്നത്. ഒരു 5 ലക്ഷം പോളിസി എടുത്ത ആൾക്ക് വീണ്ടും ഒരു 5 ലക്ഷം കൂടി റീസ്റ്റോർ ചെയ്ത് തരും, അങ്ങനെയായിരുന്നു ഉണ്ടായിരുന്നത്. ഇപ്പോൾ ഇതിൽ നമുക്ക് സമ്മർഷൂഡ് നമുക്ക് 10 lakhs മുതൽ എടുക്കുന്നവർക്ക് സെയിം അസുഖമാണെങ്കിലും ഡിഫറൻറ്റ് അസുഖമാണെങ്കിലും നമുക്ക് അൺലിമിറ്റഡ് ടൈംസ് റീസ്റ്റോറേഷൻ നമ്മൾ നൽകുന്നുണ്ട്. ഈ പ്ലാനിൽ 10 ലക്ഷത്തിന് മുകളിൽ നമുക്ക് കവറേജ് എടുക്കും. 10 ലക്ഷം അല്ലെങ്കിൽ മുകളിൽ കവറേജ് എടുക്കുന്നവർക്ക് നമുക്ക് അൺലിമിറ്റഡ് റീസ്റ്റോറേഷൻ കൊടുക്കുന്നുണ്ട്. അല്ലാത്തവർക്ക് 5-7 ചൂസ് ചെയ്യുന്നതാണെങ്കിൽ ബിലോ 10 lakhs ആണ് ചൂസ് ചെയ്യുന്നതെങ്കിൽ 1 ടൈംസ് റീസ്റ്റോറേഷനും നമുക്ക് ലഭിക്കുന്നുണ്ട്. ഓക്കെ, അതിന് എമർജൻസി റോഡ് ആംബുലൻസ് സമ്മർഷൂഡിൻ്റെ 1% ആണ് കിട്ടുന്നത്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ കവറേജ് എത്രയാണെങ്കിലും മാക്സിമം നമുക്ക് പരമാവധി കിട്ടുന്നത് 10,000 rupees പെർ ഹോസ്പിറ്റലൈസേഷനാണ് പരമാവധി കിട്ടുന്നത്. ഓക്കെ, അപ്പോൾ അത് ശ്രദ്ധിക്കുക. എമർജൻസി എയർ ആംബുലൻസ് ഈ പ്ലാനിൽ നമുക്ക് അപ് ടു സമ്മർഷോട് വരെ കവർ ചെയ്യുന്നുണ്ട്. നോ ക്ലെയിം ബോണസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഈ പ്ലാനിൽ 20% നമുക്ക് എവറി ഇയർ നമുക്ക് നോ ക്ലെയിം ബോണസ് നൽകുന്നുണ്ട്. ഈ പ്ലാനിൽ മാക്സിമം 100% വരെയാണ്. അപ്പോൾ ഇത് റെഡ്യൂസ് ആവില്ല. അതിനർത്ഥം ഇത് ഗ്യാരണ്ടീഡ് ക്യുമുലേറ്റീവ് ബോണസ് ആണ്. ഓക്കെ, ക്ലെയിം വന്നു കഴിഞ്ഞാൽ ഇത് റെഡ്യൂസ് ആവില്ല എന്നർത്ഥം. ഫോർ എക്സാമ്പിൾ നമുക്ക് 10 ലക്ഷത്തിന് പ്ലാൻ എടുത്തു കഴിഞ്ഞാൽ നമുക്കത് 2 ലക്ഷം നമുക്ക് ക്ലെയിം ഫ്രീ ഇയറിൽ ഇപ്പോൾ ബോണസ് ഒന്ന് കിട്ടിയിട്ടുണ്ടെങ്കിൽ നമുക്കത്
ഒരിക്കലും ക്ലെയിം വന്നു കഴിഞ്ഞാൽ അത് റെഡ്യൂസ് ആവത്തില്ല, അതാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഗ്യാരണ്ടീഡ് ആയിട്ടുള്ള ക്യുമുലേറ്റീവ് ബോണസാണ് നമുക്കിത് തരുന്നത്. മോഡേൺ ട്രീറ്റ്മെൻറ്റ് കവേർഡ് അപ് ടു സം അഷ്യൂർഡ് വരെ മോഡേൺ ട്രീറ്റ്മെൻറ്റുകൾക്ക് നമുക്ക് ഈ പ്ലാനിൽ കവർ ചെയ്യുന്നുണ്ട്. ബാരിയാട്രിക് സർജറി ഈ പ്ലാനിൽ നമുക്ക് അപ് ടു സം അഷ്യൂർഡ് കവർ ചെയ്യുന്നുണ്ട്. ഓർഗൻ ഡോണർ എക്സ്പെൻസ് അപ് ടു സം അഷ്യൂർഡ് കവർ ചെയ്യുന്നുണ്ട്. ടെലി കൺസൾട്ടേഷൻസ് അൺലിമിറ്റഡ് ടൈംസ് നമുക്ക് IL ടേക്ക് കെയർ എന്ന് പറയുന്ന അവരുടെ കസ്റ്റമർ ആപ്പിലൂടെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നുണ്ട്. ദെൻ കോൺവാലസൻസ് അലവൻസ് ബെനിഫിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹോസ്പിറ്റൽ ക്യാഷ് ബെനിഫിറ്റ് എന്നൊക്കെ പറയാം. അതായത് നമുക്കൊരു 10 ദിവസത്തിലധികം നമുക്ക് ഹോസ്പിറ്റലൈസേഷൻ വരുന്ന സാഹചര്യങ്ങൾ ഒരു ബൾക്ക് എമൗണ്ട് ആയിട്ട് നമുക്ക് ലംസം എമൗണ്ട് ആയിട്ട് ഒരു 20,000 റുപ്പീസ് നമുക്ക് പെർ ഹോസ്പിറ്റലൈസേഷനിൽ നമുക്ക് ഡിസ്ചാർജ് ആയതിനു ശേഷം അതൊക്കെ അപ്ലോഡ് ചെയ്ത് കൊടുത്തുകൊണ്ട് കമ്പനിയിൽ നിന്നും ഒരു ലംസം എമൗണ്ട് നമുക്ക് കിട്ടുന്നതിനാണ് ഈ കോൺവാലസൻസ് ബെനിഫിറ്റ് എന്ന് പറയുന്നത്. അത് നമുക്ക് 20,000 രൂപ നമുക്ക് ICICI ലോംബാർഡിൽ നിന്ന് കിട്ടുന്നതാണ്. ഓക്കെ, ഈ ഒരു കോൺവാലസൻസ് ബെനിഫിറ്റ് എന്നുള്ള ആ ഒരു സ്കീമിലൂടെ അതൊക്കെ ഇൻബിൽറ്റ് ഫെസിലിറ്റിയാണ്, ഇതൊന്നും റൈഡർ അല്ല. ഓക്കെ, ഇൻബിൽറ്റ് ആയിട്ട് നമുക്ക് കിട്ടുന്ന ഫെസിലിറ്റീസാണ് നമ്മൾ പറയുന്നത്. ആനുവൽ ഹെൽത്ത് ചെക്കപ്പ് എന്ന് പറയുകയാണെങ്കിൽ നമുക്ക് ഈ ഒരു പോളിസിയിൽ ഫസ്റ്റ് ഇയർ സ്റ്റാർട്ടിങ് മുതൽ തന്നെ നമുക്ക് ആനുവൽ ഹെൽത്ത് ചെക്കപ്പിന് എലിജിബിളാണ്. സം അഷ്യൂർഡിൻ്റെ 0.5% വരെയാണ് നമുക്ക് കിട്ടുക, അല്ലെങ്കിൽ മാക്സിമം പറയുകയാണെങ്കിൽ 10,000 റുപ്പീസ് വരെ ഓൺ ക്യാഷ്ലെസ് ബേസിസിൽ തന്നെ നമുക്ക് കിട്ടുന്നുണ്ട്. ഓക്കെ, നമ്മുടെ സം അഷ്യൂർഡിൻ്റെ പരമാവധി 0.5% ആണ്. പക്ഷേ വലിയ സം അഷ്യൂർഡൊക്കെ നമ്മൾ നോക്കുകയാണെങ്കിൽ അതിൻ്റെ 0.5% നമ്മൾ പരമാവധി 10,000 റുപ്പീസ് വരെയാണ് അലോ ചെയ്ത് തരിക. മെറ്റർണിറ്റി ബെനിഫിറ്റ് ഈ പോളിസിയിൽ നമുക്ക് മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. ഈ പ്ലാനിൽ നമുക്ക് മുന്നേ 3 വർഷത്തേക്ക് ഒരുമിച്ച് പ്രീമിയം അടച്ചാൽ മാത്രമേ നമുക്ക് മെറ്റർണിറ്റി കവറേജ് 9 മാസത്തിൽ വെയിറ്റിംഗ് പീരീഡ് കഴിഞ്ഞ് നമുക്ക് കിട്ടുന്നുണ്ടായിരുന്നുള്ളൂ. ഈ പ്ലാനിൽ അങ്ങനെയല്ല, 1 വർഷത്തേക്ക് വേണമെങ്കിൽ നമുക്ക് പ്രീമിയം അടയ്ക്കാം. പക്ഷേ മെറ്റർണിറ്റിയുടെ വെയിറ്റിംഗ് പീരീഡ് 2 വർഷമാണ് നമുക്ക് വരുന്നത്. പ്രീമിയം 1 ഇയർ വേണമെങ്കിൽ നമുക്ക് അടയ്ക്കാം. അപ്പോൾ മെറ്റർണിറ്റിക്ക് കവറേജ് ലഭിക്കുന്ന എത്രയാണെന്ന് നോക്കി കഴിഞ്ഞാൽ 10% ഓഫ് ദി സം അഷ്യൂർഡ്. ഫോർ എക്സാമ്പിൾ നമുക്ക് പക്ഷേ മാക്സിമം 1 lakh വരെയാണ് കിട്ടുക. ഓക്കെ, 10% ഓഫ് ദി സം അഷ്യൂർഡ് ആണ്. പക്ഷേ പരമാവധി 1 ലക്ഷം രൂപ വരെയാണ് നമുക്ക് മെറ്റർണിറ്റിക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റുക. ഓക്കെ, ഇപ്പോൾ 10 lakh ആണ് നമ്മൾ പർച്ചേസ് ചെയ്യുന്നതെങ്കിൽ പോളിസി 1 ലക്ഷം ആണ് നമുക്ക് മെറ്റർണിറ്റി എക്സ്പെൻസ് ആയിട്ട് കിട്ടുക. 2 ലക്ഷം രൂപ വരെ ന്യൂ ബോൺ ബേബി എക്സ്പെൻസ് കവേർഡ് ആവും. അതായത് മെറ്റർണിറ്റിക്ക് എന്താണ് സം അഷ്യൂർഡ് കിട്ടിയത് അതിൻ്റെ ഡബിൾ ആയിരിക്കും നമുക്ക് ഇത് ന്യൂ ബോൺ ബേബി എക്സ്പെൻസ് കവർ ചെയ്യുന്നത്. ഓക്കെ, മെറ്റർണിറ്റി ഇപ്പോൾ 50,000 ആണ്, 5 ലക്ഷത്തിൻ്റെ പോളിസിയാണ് നമ്മൾ എടുത്തതെങ്കിൽ 50,000 രൂപയ്ക്ക് മെറ്റർണിറ്റിക്ക് ന്യൂ ബോൺ ബേബി എക്സ്പെൻസ് ടോയ്സ് ദീസ് മെറ്റർണിറ്റി ബെനിഫിറ്റ്, അതായത് 1 ലക്ഷം രൂപ വരെ നമുക്ക് മെറ്റർണിറ്റി ന്യൂ ബോൺ ബേബി എക്സ്പെൻസ് നമുക്ക് ക്ലെയിം ചെയ്യാൻ പറ്റുന്നതാണ്. വാക്സിനേഷനോ 1% ഓഫ് ദി സം അഷ്യൂർഡ് ആണ് കൊടുക്കുന്നത്. അത് പരമാവധി മാക്സിമം 10,000 റുപ്പീസ് വരെ ആയിരിക്കും വാക്സിനേഷൻ ചൈൽഡ് വാക്സിനേഷന് കൊടുക്കുന്നത്. അപ്പോൾ മെറ്റർണിറ്റി പ്ലാനിൽ കിട്ടുന്നതാണ്. 2 വർഷത്തെ വെയിറ്റിംഗ് പീരീഡാണ് വരുന്നത്. നമുക്ക് ഇയർലി 1 ഇയറിന് വേണമെങ്കിൽ പ്രീമിയം നമുക്ക് അടയ്ക്കാം. പക്ഷേ മെറ്റർണിറ്റി ബെനിഫിറ്റ് എന്ന് വേണ്ടവർക്ക് മാത്രമാണ് അത് നമുക്ക് സെപ്പറേറ്റ്ലി അതിൻ്റെ ഒരു റൈഡർ ഉണ്ട്. ആ കോസ്റ്റ് അടയ്ക്കുമ്പോഴാണ് നമുക്ക് മെറ്റർണിറ്റി ബെനിഫിറ്റ് കിട്ടുക. അതൊരു ഇൻബിൽറ്റ് ബെനിഫിറ്റ് അല്ല എന്ന് ഓർക്കുക. ഇതിന് ഗ്ലോബൽ കവറേജ് കൊടുക്കുന്നുണ്ട്. 25 ലക്ഷത്തിലധികം നമുക്ക് പോളിസി, അത് കവറേജിലധികമുള്ള പോളിസികൾ നമ്മൾ എടുക്കുമ്പോൾ ഗ്ലോബൽ കവറേജ് ഇൻബിൽറ്റ് ആയിട്ട് തന്നെ വരുന്നുണ്ട്. വെയിറ്റിംഗ് പീരീഡ് 2 വർഷമാണ്. ഗ്ലോബൽ കവറേജ് നമുക്ക് യൂസ് ചെയ്യുന്നതിന് പോളിസി എടുത്ത് 2 വർഷം കഴിയണം. പക്ഷേ നോ കോ പേയ്മെൻറ്റ്. മുൻപ് ഒരു 10% ഗ്ലോബൽ കവറേജിൽ നമുക്ക് നാട്ടിൽ അസുഖങ്ങൾ ഡയഗ്നോസ് ചെയ്തിട്ട് അബ്രോഡ് പോയി ട്രീറ്റ് ചെയ്യണമെങ്കിൽ അങ്ങനെ ഒരു 10% കോപ്പി ഉണ്ടായിരുന്നു. ഇപ്പോൾ ഈ പ്ലാനിൽ പുതിയ അപ്ഗ്രേഡഡ് ആയിട്ടുള്ള ഈ വേർഷനിൽ കോ പേയ്മെൻറ്റ് ഒന്നും വരുന്നില്ല. വാക്സിനേഷൻ ഇൻ കേസ് ഓഫ് ആനിമൽ ബൈറ്റ്. ഓക്കെ, നമുക്ക് ആനിമൽ ബൈറ്റ് കാരണം നമുക്കൊരു വാക്സിനേഷൻ, റാബീസ് വാക്സിൻ, ആൻറ്റി റാബീസ് വാക്സിനേഷൻ ഒക്കെ എടുക്കുന്നുണ്ടെങ്കിൽ ഈ പ്ലാനിൽ 10,000 രൂപ വരെ ഇൻബിൽറ്റ് ആയിട്ട് നമുക്ക് വാക്സിനേഷൻ എക്സ്പെൻസിന് വേണ്ടി തരുന്നുണ്ട്. ഓക്കെ, ഇതിന് അടുത്തൊരു ഫീച്ചേഴ്സ് എന്ന് പറയുമ്പോൾ ഓപ്ഷണൽ ബെനിഫിറ്റിനെ കുറിച്ച് പറയാം. മെറ്റർണിറ്റി നമ്മൾ ആൾറെഡി പറഞ്ഞു, സം അഷ്യൂർഡിൻ്റെ 10% വരെ ലഭിക്കും. മാക്സിമം 1 ലക്ഷം വരെ കിട്ടും. 18 മുതൽ 45 വയസ്സ് വരെയുള്ളവർക്കാണ് ഈ മെറ്റർണിറ്റി ബെനിഫിറ്റ് കിട്ടുക. അതൊരു ഓപ്ഷണൽ റൈഡറാണ്. ക്രിട്ടിക്കൽ ഇൽനസ് കവറേജ്, അതായത് നമ്മളൊരു പോളിസി എടുക്കുന്നു, അതിൻ്റെ ഒപ്പം തന്നെ നമുക്ക് ക്രിട്ടിക്കൽ ഇൽനസ് എല്ലാതും ഡയഗ്നോസ് ചെയ്ത് കഴിഞ്ഞാൽ 10-20 ക്രിട്ടിക്കൽ ഇൽനസ് ഉണ്ട്. ഈ പ്ലാനിൽ ഓപ്ഷണൽ റൈഡർ നമ്മൾ ആഡ് ചെയ്ത് കിട്ടുന്നതാണ്. അതിൽ വല്ല അസുഖങ്ങൾ നമുക്ക് ഡയഗ്നോസ് ചെയ്ത് കഴിഞ്ഞാൽ ലംസം എമൗണ്ട്, അതായത് നമ്മൾ എത്ര കവറേജാണ്, അപ്പോൾ 10 ലക്ഷത്തിൻ്റെ കവറേജാണ് നമ്മൾ എടുത്തെങ്കിൽ 10 ലക്ഷം രൂപ നമുക്ക് അത് ലംസമായിട്ട് ഡയഗ്നോസ് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്നതാണ്. അസുഖം ഡയഗ്നോസ് ചെയ്ത് കഴിഞ്ഞാൽ ലംസം എമൗണ്ട് കിട്ടുന്നതാണ്. ഓക്കെ, നോർമൽ ഹെൽത്ത് ഇൻഷുറൻസ് ഉണ്ടല്ലോ, അപ്പോൾ ക്രിട്ടിക്കൽ ഇൽനസ് പോളിസി ആവശ്യമുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നോർമൽ ഹെൽത്ത് ഇൻഷുറൻസിൽ ഒരു ക്രിട്ടിക്കൽ ഇൽനസ് ഡയഗ്നോസ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ എക്സ്പെൻസ് മാത്രമാണ്, ഹോസ്പിറ്റലൈസേഷൻ എക്സ്പെൻസ് മാത്രമാണ് കവർ ചെയ്യുന്നത്. മറിച്ച് ഒരു ഹോസ്പിറ്റൽ ക്യാഷ് ബെനിഫിറ്റ് പോലെ നമ്മുടെ കയ്യിൽ ലംസം എമൗണ്ട് നമുക്ക് ഈ ഒരു ക്രിട്ടിക്കൽ ഇൽനസ് വരുമ്പോൾ നമുക്ക് അത് ഫേസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് കമ്പനി തരുന്നതിനാണ് ഈ ക്രിട്ടിക്കൽ ഇൽനസ് കവറേജ് എന്ന് പറയുന്നത്. അത് നമുക്ക് മാക്സിമം 50 ലക്ഷം വരെയാണ് ഉള്ള പോളിസികളാണ് ഇത് ആഡ് ചെയ്ത് എടുക്കാൻ പറ്റുക. മാക്സിമം 50 വയസ്സ് വരെയുള്ളവർക്ക് മാത്രമാണ് ഈ റൈഡർ എടുക്കാൻ പറ്റുക എന്നുള്ളതും ഒന്ന് ശ്രദ്ധിക്കുക. അതിന് വെയിറ്റിംഗ് പീരീഡ് ഒരു 90 ദിവസത്തെ വെയിറ്റിംഗ് പീരീഡ് പോളിസി സ്റ്റാർട്ട് ചെയ്തിട്ട് ഉണ്ടാവുന്നതാണ്. പേഴ്സണൽ ആക്സിഡൻറ്റ്, അതായത് ഡെത്ത് ആണെങ്കിൽ ശരി, പെർമനൻറ്റ് ടോട്ടൽ ഡിസബിലിറ്റി ആണെങ്കിൽ, പെർമനൻറ്റ് പാർഷ്യൽ ഡിസബിലിറ്റി ആണെങ്കിൽ ഈ ഒരു പേഴ്സണൽ ആക്സിഡൻറ്റ് റൈഡർ എടുക്കുന്നവർക്ക് നമുക്ക് കവറേജ് ചെയ്ത് കിട്ടുന്നുണ്ട്. 10 ലക്ഷത്തിൻ്റെ പോളിസി ആണെങ്കിൽ ആ 10 ലക്ഷം വരെ അപ് ടു സം അഷ്യൂർഡ് വരെയാണ് നമ്മൾ എടുക്കാൻ പറ്റുക. ഓക്കെ, കിട്ടുക എമൗണ്ട് മാക്സിമം അപ് ടു 50 lakhs വരെയാണ് നമുക്ക് ഈ ഒരു ഓപ്ഷൻ എടുക്കാൻ പറ്റുന്നത്. 18 മുതൽ 65 വയസ്സ് വരെയുള്ളവർക്ക് ഈ പേഴ്സണൽ ആക്സിഡൻറ്റ് റൈഡർ എടുക്കാം. അതിൽ പ്രശ്നമൊന്നുമില്ല. സം അഷ്യൂർഡ് ഇൻഷൂർഡ് പ്രൊട്ടക്ടർ എന്ന് പറഞ്ഞിട്ട് ഒരു ഓപ്ഷൻ ഉണ്ട്. അത് ഓപ്ഷണൽ ബെനിഫിറ്റാണ്. നമ്മൾ ഫ്യൂച്ചറിൽ ഇൻഫ്ലേഷൻ കൂടുമ്പോൾ നമുക്ക് ആ കവറേജിൽ കുറവ് വരാതിരിക്കാൻ സം ഇൻഷൂർഡ് പ്രൊട്ടക്ടർ വേണമെങ്കിൽ ആഡ് ചെയ്യാം. ക്ലെയിം പ്രൊട്ടക്ടർ ഇത് മസ്റ്റായിട്ട് നമ്മൾ ആഡ് ചെയ്തെടുക്കേണ്ട ഒരു കൺസ്യൂമബിൾസ് ഒക്കെ നമുക്ക് കവറേജ് ചെയ്ത് നമുക്ക് പോളിസിയിൽ കിട്ടുമ്പോഴാണല്ലോ ഫുൾ ക്ലെയിം സെറ്റിൽമെൻറ്റോട് കൂടി വരിക. അപ്പോൾ പോളിസി പർച്ചേസ് ചെയ്യുമ്പോൾ ബേസ് പ്ലാനിനൊപ്പം നമുക്ക് കൺസ്യൂമബിൾ പ്രൊട്ടക്ടറും കൂടി നമുക്ക് റൈഡറായിട്ട് അവൈലബിൾ ആണ്. അതും കൂടി പ്രീമിയം അടച്ച് നമ്മൾ വാങ്ങിക്കാനായിട്ട് ശ്രദ്ധിക്കുക. ദെൻ നഴ്സിംഗ് അറ്റ് ഹോം എന്നുള്ളത് അവൈലബിൾ അപ് ടു ₹2,000 പെർ ഡേ നമുക്ക് കിട്ടുന്നുണ്ട് ഈ ഒരു ഓപ്ഷണൽ റൈഡർ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ.
ദെൻ ബി ഫിറ്റ് റൈഡർ അവൈലബിൾ ആണ്. കമ്പാഷനേറ്റ് വിസിറ്റ് നമുക്ക് ഈ ഒരു പോളിസിയിൽ നമ്മൾ ഒരു ദൂരദേശങ്ങളിൽ നമ്മൾ പോയി അവിടെ ഒരു യാത്രയ്ക്ക് പോയി അവിടെ ഒരു നമുക്ക് അസുഖം വന്നു ഡയഗ്നോസ് ചെയ്തു, അതിൻ്റെ നിയറസ്റ്റ് ഒരു ഹോസ്പിറ്റലാണ് ഇപ്പോൾ നമ്മൾ അഡ്മിഷൻ ആക്കിയിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ നിയറസ്റ്റ് റിലേറ്റീവ് അല്ലെങ്കിൽ നമ്മുടെ ആൾക്കാർ ഒന്ന് വന്ന് കാണുന്നതിന് ആ പ്ലേസിലേക്ക് വരുന്ന കാണുന്നതിനുള്ള ഈ ചിലവാണ്, അതിൻ്റെ ഒരു എക്കണോമി ടിക്കറ്റ് ക്ലാസ് ടിക്കറ്റിന് നമുക്ക് കിട്ടുന്ന ഒരു എക്സ്പെൻസാണ് ഈ കമ്പാഷനേറ്റ് വിസിറ്റിലൂടെ അപ് ടു 2000 rupees പെർ പോളിസി ഇയർ നമുക്ക് ഈ പ്ലാനിലൂടെ കിട്ടുന്നതാണ്. അതിനാണ് കമ്പാഷനേറ്റ് വിസിറ്റ് ഓപ്ഷൻ എന്ന് പറയാം. അതൊരു റൈഡറാണ്. ദെൻ കോപ്പേയ്മെൻറ്റ്, ഇതൊക്കെ പുതിയ ഓപ്ഷൻസാണ് നമുക്ക് വന്നിരിക്കുന്നത്. ഓക്കെ, ദെൻ കോപ്പേയ്മെൻറ്റ് എന്ന് പറയുകയാണെങ്കിൽ ഈ പ്ലാനിൽ 0 കോപ്പേയ്മെൻറ്റ് ആണ്. പക്ഷേ വേണമെങ്കിൽ നമുക്ക് പ്രീമിയം കുറച്ച് കൂടുതലാണെന്ന് തോന്നുകയാണെങ്കിൽ വേണമെങ്കിൽ ഒരു 10% നമ്മൾ കയ്യിൽ നിന്ന് അടച്ചോളാം, അല്ലെങ്കിൽ 20% കയ്യിൽ നിന്ന് അടച്ചോളാം എന്നാണെങ്കിൽ കോപ്പേയ്മെൻറ്റ് ഓപ്റ്റ് ചെയ്യാം. ക്ലെയിം പ്രൊട്ടക്ടർ എന്ന് ഞാൻ പറഞ്ഞതുപോലെ നമുക്ക് ഈ കൺസ്യൂമബിൾസ് കവർ ചെയ്യാനുള്ള ഒരു ആഡ് ഓൺ ഓപ്ഷനാണ് അത്. ദെൻ വെയിറ്റിംഗ് പീരീഡിനെ കുറിച്ച് നോക്കാം. ഇനിഷ്യൽ വെയിറ്റിംഗ് പീരീഡ് ഈ പ്ലാനിൽ 30 ദിവസമാണ്. പോളിസി സ്റ്റാർട്ട് ചെയ്ത് 30 ദിവസം കഴിഞ്ഞാലാണ് കവറേജ് ഓപ്പൺ ആവുക. പിന്നെ ഈ ഹെർണിയ, പൈൽസ്, കാറ്ററാക്ട് ഇതുപോലുള്ള നമുക്ക് അസുഖങ്ങൾക്ക് സ്പെസിഫിക് ഇൽനസ് എന്ന് പറയും, അല്ലെങ്കിൽ സ്ലോ ഗ്രോയിങ് ഡിസീസ് എന്ന് പറയും. ഒരു 10-15ഓളം വരുന്ന അസുഖങ്ങൾ വരുന്നുണ്ട്. ഓക്കെ, ENT പ്രോബ്ലംസ്, കാറ്ററാക്ട്, ഹെർണിയ, പൈൽസ്, യൂട്രസ് റിമൂവൽ, വെരിക്കോസ് വെയിൻ ഇതുപോലുള്ള അസുഖങ്ങൾക്ക് നമുക്ക് 2 വർഷത്തെ വെയിറ്റിംഗ് പീരീഡ് കോമൺലി എല്ലാ കമ്പനിയിലുള്ള പോലെ തന്നെ ഇവിടെയുമുണ്ട്. പ്രീ എക്സിസ്റ്റിംഗ് കണ്ടീഷൻ, അത് നിലവിൽ എന്തെങ്കിലും അസുഖങ്ങളുണ്ടെങ്കിൽ വെളിപ്പെടുത്തണം, അതിന് 2 വർഷത്തെ വെയിറ്റിംഗ് പീരീഡ് വരുന്നുണ്ട്. ഓക്കെ, ഈ പ്ലാനിൽ ബാരിയാട്രിക് ട്രീറ്റ്മെൻറ്റിന് നോക്കുകയാണെങ്കിൽ 2 വർഷത്തെ വെയിറ്റിംഗ് പീരീഡ് വരുന്നുണ്ട്. ഗ്ലോബൽ കവറേജ് യൂസ് ചെയ്യുന്നതിനും നമുക്ക് 2 വർഷത്തെ വെയിറ്റിംഗ് പീരീഡ് വരുന്നുണ്ട്. മെറ്റേണിറ്റി റൈഡർ നമ്മൾ ഓപ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ പോലും നമുക്ക് 2 വർഷത്തെ വെയിറ്റിംഗ് പീരീഡ് ഈ പ്ലാനിൽ ആപ്ലിക്കബിൾ ആണ്. മൾട്ടി ഇയർ ഡിസ്കൗണ്ട് നമ്മൾ പറഞ്ഞു, 10% ഡിസ്കൗണ്ട് 2 വർഷത്തെ പ്രീമിയം അടയ്ക്കുകയാണെങ്കിൽ, ഒരുമിച്ച് അടയ്ക്കുകയാണെങ്കിൽ സെക്കൻഡ് ഇയർ പ്രീമിയത്തിൽ 10% നമുക്ക് കുറവാക്കി തരുന്നതാണ്. പിന്നെ 15% ഡിസ്കൗണ്ട് കിട്ടും നമുക്ക് 3 വർഷത്തെ പ്ലാനാണ് ഒരുമിച്ച് അടയ്ക്കുന്നതെങ്കിൽ. ഓക്കെ, അപ്പോൾ അങ്ങനെ മൾട്ടി ഇയർ ഡിസ്കൗണ്ട് നമുക്ക് ഈ പ്ലാനിൽ അവൈലബിൾ ആണ്. പിന്നെ ന്യൂമോകോക്കൽ വാക്സിൻ എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഒരു ഓപ്ഷൻ ഉണ്ട്. അത് എടുത്തവർക്കാണെങ്കിൽ നമുക്കൊരു പോളിസി സ്റ്റാർട്ട് ചെയ്ത വർഷത്തിൽ നമുക്ക് 2.5% പ്രൊവൈഡഡ് ഫോർ ആൾ അഡൽട്ട് മെമ്പേഴ്സ് ഓഫ് ദി പോളിസി. ഓക്കെ, അതായത് പോളിസി സ്റ്റാർട്ട് ചെയ്യുന്ന ഡേറ്റിന് മുന്നേ ഇപ്പോൾ കഴിഞ്ഞ ഒരു വർഷത്തിൽ പാസ്റ്റ് 1 ഇയറിൽ ഈ ഒരു വാക്സിനേഷൻ ആരെങ്കിലും എടുത്തിട്ടുണ്ടെങ്കിൽ അവർക്ക് ഈ 2.5% അഡീഷണൽ ഡിസ്കൗണ്ടും ഒരു അഡൽട്ട് മെമ്പറിനും കൊടുക്കുന്നുണ്ട്, ആ വാക്സിനേഷൻ എടുത്തവർക്ക് മാത്രം. ഓക്കെ, ദെൻ ഡിസ്കൗണ്ട് ബേസിസ് ഓൺ ക്രെഡിറ്റ് സ്കോർ, നമുക്ക് ക്രെഡിറ്റ് സ്കോറൊക്കെ നന്നായിട്ടുണ്ടെങ്കിൽ നമുക്ക് അതിനൊരു ഡിസ്കൗണ്ട് കൊടുക്കുന്നുണ്ട്. അത് നമ്മുടെ ഓരോരുത്തരുടെ സിബിൽ സ്കോർ, ക്രെഡിറ്റ് സ്കോറിനനുസരിച്ചിരിക്കും. നമ്മളത് പോളിസി ചെയ്യാൻ നേരത്ത് നമുക്ക് ക്രെഡിറ്റ് സ്കോർ നല്ല രീതിക്ക് ഉണ്ടെങ്കിൽ ഒരു 15% നമുക്ക് അഡീഷണൽ ഡിസ്കൗണ്ടും പോളിസിയുടെ പ്രീമിയത്തിൽ ലഭിക്കുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് ഈ പോളിസിയിൽ വരുന്ന ഡിസ്കൗണ്ട്സ് കാര്യങ്ങൾ പറഞ്ഞത്. പിന്നെ സോൺ എ, സോൺ ബി, സോൺ സി, സോൺ ഡി എന്ന് പറഞ്ഞ് 4 സോണുകളായിട്ടാണ് തരംതിരിച്ചിരിക്കുന്നത്. സോൺ എയിൽ ഇതിൽ ഡൽഹി, മുംബൈ ഇതുപോലുള്ള സ്ഥലങ്ങളാണ് വരുന്നതെങ്കിൽ സോൺ ബിയിൽ പൂനെ, കൊൽക്കത്ത, തെലങ്കാന, മധ്യപ്രദേശ്, ഗോവ ഇതൊക്കെയാണ് വരുന്നത്. സോൺ സിയിലാണ് നമ്മുടെ കേരള, റെസ്റ്റ് ഓഫ് ഇന്ത്യ വരുന്നത്. ഓക്കെ, കേരള, തമിഴ്നാട് ഇതൊക്കെ വരുന്നത് സോൺ സിയിലാണ് വരുന്നത്. സോൺ ഡിയിലാണെന്ന് പറയുമ്പോൾ നമുക്ക് ബാലൻസ് ഉള്ള സ്ഥലങ്ങളൊക്കെയാണ് വരുന്നത്. നമ്മൾ സോൺ സിയിലാണ് നമുക്ക് കേരള വരുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് സോൺ സി പ്രീമിയം ആയിരിക്കും ആപ്ലിക്കബിൾ ആവാം. പിന്നെ കമ്പാരിസൺ ഒന്ന് ഇട്ട് നോക്കാം, അതായത് ഈ പ്ലാൻ എങ്ങനെയാണ് ഹെൽത്ത് അഡ്വാൻറ്റേജ് എന്ന പ്ലാനും ഹെൽത്ത് അഡ്വാൻറ്റേജ് 2. അപ്പെക്സ് പ്ലാൻ ഇത് തമ്മിലുള്ള പുതിയതായിട്ടുള്ള വന്നിട്ടുള്ള ഈ പ്ലാൻ, അതായത് ഏപ്രിൽ 10 മുതലാണ് ഈ ഒരു പ്ലാൻ ആപ്ലിക്കബിൾ ആവുന്നത്, പഴയ പ്ലാൻ മാറിയിട്ട്. ഓക്കെ, അപ്പോൾ പഴയ എടുത്തവർക്ക് അത് റിന്യൂവൽ വരെ അതിന് കണ്ടിന്യൂ ചെയ്യാം, പിന്നെ ഈ ഒരു വേർഷനായിട്ട് അത് അപ്ഗ്രേഡ് ആവുന്നതാണ്. അപ്പോൾ ഈ ഒരു 2 പ്ലാനുകൾ തമ്മിലുള്ള കമ്പാരിസൺ നമ്മൾ ഒന്ന് നോക്കാം. റൂം എലിജിബിലിറ്റി നമുക്ക് പഴയ പ്ലാനിൽ നോക്കുകയാണെങ്കിൽ എനി റൂം ആയിരുന്നു, നോ റെസ്ട്രിക്ഷൻ ആണ്. ഈ പുതിയ പ്ലാനിൽ സിംഗിൾ പ്രൈവറ്റ് AC റൂം വരെയാണ് 20 ലക്ഷം വരെയുള്ള കവറേജ് എടുത്തവർക്ക് കിട്ടുക. 20 ലക്ഷത്തിന് മുകളിലുള്ള കവറേജ് ഓപ്റ്റ് ചെയ്തവർക്ക് എനി റൂം, നോ റൂം ക്യാപ്പിംഗ്. ഗ്ലോബൽ കവറേജ് നോക്കുകയാണെങ്കിൽ മുന്നേ 10% കോപ്പേയ്മെൻറ്റ് ഉണ്ടായിരുന്നു, ഇപ്പോൾ അത് കോപ്പേയ്മെൻറ്റ് റെഡ്യൂസ് ചെയ്തെടുത്ത് മാറ്റി ഇപ്പോൾ 0 കോപ്പേയ്മെൻറ്റ് ആക്കിയിട്ടുണ്ട്. 2 ഇയർ വെയിറ്റിംഗ് പീരീഡ് പക്ഷേ ആപ്ലിക്കബിൾ ആണ് പുതിയതിൽ. മെറ്റേണിറ്റി കവറേജ് മുന്നേ 3 വർഷം പ്രീമിയം ഒരുമിച്ച് അവർക്ക് നമുക്ക് 9 മാസം വെയിറ്റിംഗ് പീരീഡിലൂടെ പോളിസി കൊടുക്കാൻ പറ്റുന്നതായിരുന്നു. പക്ഷേ അതിൻ്റെ പരമാവധി 10 ലക്ഷം രൂപ വരെ മെറ്റേണിറ്റി ഓപ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഓപ്ഷൻ ഉണ്ടായിരുന്നു. പ്രീമിയം കുറച്ച് കൂടുതലായിരുന്നു. പക്ഷേ ഇപ്പോൾ നമുക്ക് 1 ഇയർ പ്രീമിയം മാത്രം അടച്ചാൽ മതിയാവുന്നതാണ്. പക്ഷേ 2 ഇയർ വെയിറ്റിംഗ് പീരീഡ് നമുക്ക് വരുന്നുണ്ട്. പക്ഷേ മെറ്റേണിറ്റിക്കുള്ള പരമാവധി ലിമിറ്റ് 1 lakh ആണ് റെസ്ട്രിക്റ്റ് ചെയ്തിരിക്കുന്നത്. ഹോം കെയർ ട്രീറ്റ്മെൻറ്റ് ആണെങ്കിൽ മുന്നേ ഒരു 25,000 രൂപയുടെ ആണ് ലിമിറ്റേഷൻ ഉണ്ടായിരുന്നു. ഇപ്പോൾ അത് എടുത്ത് മാറ്റി നമുക്ക് 1 ലക്ഷം രൂപ വരെ ഹോം കെയർ ട്രീറ്റ്മെൻറ്റ് ഉപയോഗിക്കാൻ പറ്റും. സോൺ ബേസ്ഡ് കോപ്പേയ്മെൻറ്റ് മുന്നേ ഉണ്ടായിരുന്നു, സോണൽ കോപ്പേയ്മെൻറ്റ് എന്ന് പറയും. നമുക്കിപ്പോൾ കേരളത്തിൽ പോളിസി എടുത്തവർക്ക് ഇപ്പോൾ ചെന്നൈയിലോ അല്ലെങ്കിൽ ഡൽഹിയിലൊക്കെ പോയിട്ട് ട്രീറ്റ്മെൻറ്റ് എടുത്ത് കഴിഞ്ഞാൽ കോപ്പേയ്മെൻറ്റ് നമുക്ക് അപ്ലിക്കബിൾ ആയിരിക്കും. ഇപ്പോൾ പക്ഷേ പുതിയ പ്ലാനിൽ നമുക്ക് സോണൽ കോപ്പേയ്മെൻറ്റ് അപ്ലിക്കബിൾ അല്ല. അപ്പോൾ നമ്മൾ ഏത് സോണിലാണോ ഉള്ളതെന്ന് വെച്ചാൽ ആ പ്ലാനിൻ്റെ പ്രീമിയം അടയ്ക്കാം, ആ സോണിൻ്റെ പ്രീമിയം അടയ്ക്കാം, എന്നിട്ട് നമുക്ക് എവിടെ വേണമെങ്കിലും ട്രീറ്റ്മെൻറ്റ് എടുക്കാൻ സാധിക്കുന്നതാണ്. മുന്നേ പ്രീമിയം എന്ന് പറയുന്നത് ഒരു 5 ഇയർ സ്ലാബാണ്. ഇപ്പോൾ 31 മുതൽ 35 വയസ്സ് വരെ 5 വർഷത്തിന് ഒരുമിച്ച് നമ്മൾ ഒരേപോലത്തെ സ്ലാബായിരിക്കും. പിന്നെ 5 വർഷം കഴിഞ്ഞാൽ 36ാമത്തെ വയസ്സിൽ നമ്മൾ പ്രീമിയം മാറും. അങ്ങനെ ഓരോ 5 വർഷത്തിൻ്റെ സ്ലാബായിരുന്നു. ഇപ്പോൾ അങ്ങനെയല്ല, നമ്മൾ ഏജ് ചേഞ്ച് ആവുന്നതിനനുസരിച്ച് ഓരോ വർഷം ഏജ് ഇൻക്രീസ് ആവുന്നതിനനുസരിച്ച് പ്രീമിയം ചെറുതായിട്ട് മാറുന്നതാണ്. സോ ഒറ്റയടിക്ക് നമുക്ക് ഒരു 5 വർഷം കഴിഞ്ഞ് വലിയൊരു എമൗണ്ട് കൂടുന്നതിന് ഫേസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ഓപ്ഷനാണ് ഈ പ്രീമിയം നമുക്ക് ഏജ് ബേസിൽ നമുക്ക് ഇൻക്രീസ് ചെയ്യുന്ന ഈ ഒരു പുതിയ ഓപ്ഷൻ. പിന്നെ റീഫിൽ ബെനിഫിറ്റ് നമുക്ക് മുന്നേ 1 ടൈം റീഫിൽ ബെനിഫിറ്റ് അവൈലബിൾ ആയിട്ടുണ്ടായിരുന്നുള്ളൂ. ഇപ്പോൾ നമ്മൾ കസ്റ്റമേഴ്സിൻ്റെ റിക്വസ്റ്റ് പ്രകാരം അൺലിമിറ്റഡ് റീസ്റ്റോറേഷൻ ആക്കി വെച്ചിട്ടുണ്ട് ഫോർ എബോവ് 10 lakh പോളിസീസ്. ഓക്കെ, അങ്ങനെ ഒരു ഓപ്ഷൻ നമുക്ക് വരുന്നുണ്ട്. അൺലിമിറ്റഡ് റീസ്റ്റോറേഷൻ ഉദ്ദേശിക്കുന്നവർ 10 ലക്ഷത്തിന് മുകളിലുള്ള പ്ലാനുകൾ പർച്ചേസ് ചെയ്യാം. ക്ലെയിം പ്രൊട്ടക്ടർ, അതായത് കൺസ്യൂമബിൾസ് നമുക്ക് മുന്നേ ഒരു റൈഡറായിട്ടാണ് കിട്ടിയിട്ടുണ്ടായിരുന്നത്. പക്ഷേ പുതിയ പ്ലാനിലും
15 ലക്ഷത്തിന് അല്ലെങ്കിൽ അതിന് മുകളിലുള്ള പോളിസികളിലൊക്കെ നമുക്ക് ഇൻബിൽട്ടായിട്ട് തന്നെ കൺസ്യൂമബിൾ പ്രൊട്ടക്ടർ വരുന്നുണ്ട്. അതിന് താഴെയുള്ള പോളിസികൾ റൈഡറായിട്ട് നമുക്ക് ലഭിക്കുന്നുണ്ട്. ബാരിയാട്രിക് സർജറിക്ക് ഒരു ലിമിറ്റേഷൻ ഉണ്ടായിരുന്നു, 10 ലക്ഷം രൂപ വരെയാണ് കവർ ചെയ്യുന്നുണ്ടായിരുന്നത്. പക്ഷേ ഇപ്പോൾ ഉള്ള പുതിയ പ്ലാനിൽ അപ് ടു സം അഷ്യൂർഡ് വരെ ബാരിയാട്രിക് സർജറി നമുക്ക് കവർ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഹെൽത്ത് അഡ്വാൻറ്റേജ് എന്ന് പറയുന്ന ഈ ഒരു പോളിസി നമുക്ക് ഫീച്ചേഴ്സ് നോക്കുകയാണെങ്കിൽ നമുക്ക് വേൾഡ് വൈഡ് കവറേജ് 25 ലക്ഷം എബവ് സം അഷ്യൂർഡ് എടുക്കുന്നവർക്ക് കിട്ടുന്നുണ്ട് ഇൻബിൽഡായിട്ട്. സോണൽ കോപ്പേയ്മെൻറ്റ് എടുത്ത് മാറ്റിയിട്ടുണ്ട്. ഈ പ്ലാനിൽ 10 lakhs എബവ് സം അഷ്യൂർഡ് എടുക്കുന്നവർക്ക് അൺലിമിറ്റഡ് ടൈം റീസ്റ്റോറേഷൻ കൊടുക്കുന്നുണ്ട്. സം അഷ്യൂർഡ് നമുക്ക് 3 കോടി വരെ നമുക്ക് ചൂസ് ചെയ്യാൻ പറ്റുന്നുണ്ട്. 5 ലക്ഷം മുതൽ 3 കോടി വരെ ചൂസ് ചെയ്യാനുള്ള ഓപ്ഷൻ കൊടുക്കുന്നുണ്ട്. കൺസ്യൂമബിൾ നമുക്ക് 15 ലക്ഷത്തിന് താഴെയുള്ള പോളിസിയിൽ ഓപ്ഷണൽ റൈഡറായിട്ടും 15 ലക്ഷം മുതലുള്ള കവറേജിൽ ഇൻബിൽട്ടായിട്ട് നമുക്ക് കൊടുക്കുന്നുണ്ട്. പ്രിവെൻറ്റീവ് ഹെൽത്ത് ചെക്കപ്പ് നമ്മൾ പറഞ്ഞു, സം അഷ്യൂർഡിൻ്റെ 5%, 0.5% അല്ലെങ്കിൽ മാക്സിമം 10,000 rupees പെർ പോളിസി കൊടുക്കുന്നുണ്ട്. ഇവിടെ കൊടുക്കുന്ന 20% ഗ്യാരണ്ടീഡ് ക്യുമുലേറ്റീവ് ബോണസ് ആണ്. മാക്സിമം അപ് ടു 100% വരെ കൊടുക്കുന്നുണ്ട്. ഏജ് ബേസ്ഡ് പ്രൈസിംഗ് ആണ്. ഓരോ വർഷം നമുക്ക് ഏജ് കൂടുന്തോറും പ്രീമിയം കൂടും. മോഡേൺ ട്രീറ്റ്മെൻറ്റ് അപ് ടു സം അഷ്യൂർഡ് കവർ ചെയ്യും. ബാരിയാട്രിക് സർജറി അപ് ടു സം അഷ്യൂർഡ് കവർ ചെയ്യും. ഈ പോളിസി എടുത്തവർക്ക് ലൈഫ് ലോങ് റിന്യൂവബിലിറ്റി കൊടുക്കുന്നുണ്ട്. ടാക്സ് ബെനിഫിറ്റ് നമ്മൾ അണ്ടർ ഇൻകം ടാക്സ് 80D പ്രകാരം നമുക്ക് ടാക്സ് ഡിഡക്ഷനും നമുക്ക് ഈ പോളിസി എടുക്കുന്നവർക്ക് എലിജിബിൾ ആണ്. പിന്നെ അഡീഷണൽ ഓപ്ഷണൽ റൈഡേഴ്സ് എന്ന് പറയുന്നത് കമ്പാഷനേറ്റ് വിസിറ്റ് എന്ന് പറഞ്ഞു, നമുക്ക് 20,000 rupees പെർ ഇയർ വരെ നമുക്ക് കിട്ടുന്നതിന് വേണ്ടിയിട്ടുള്ള ആഡ് ഓൺ ആണ് കമ്പാഷനേറ്റ് വിസിറ്റ്. നഴ്സിംഗ് അറ്റ് ഹോം കൊടുക്കുന്നുണ്ട്. പേഴ്സണൽ ആക്സിഡൻറ്റ് റൈഡർ, ക്രിട്ടിക്കൽ ഇൽനെസ് റൈഡറൊക്കെ ഓപ്ഷണൽ ബെനിഫിറ്റുകളാണ്. മെറ്റേണിറ്റി വേണമെന്നുള്ളവർക്ക് നമുക്കത് ഓപ്ഷണലായിട്ട് ആഡ് ചെയ്ത് റൈഡർ എടുക്കാൻ പറ്റുന്നതാണ്. സം അഷ്യൂർഡ് പ്രൊട്ടക്ടറും നമുക്ക് അവൈലബിൾ ആണ്. സോ ഇത്രയും ഫീച്ചേഴ്സ് നമുക്ക് കൂട്ടിയിട്ടുണ്ട് ഈ ഒരു പ്ലാനെ കുറിച്ച് പറയുമ്പോൾ. ഇപ്പോൾ ഹെൽത്ത് അഡ്വാൻറ്റേജ് 2.0 എന്ന് പറയുന്നത് ഒരു ഗംഭീര തിരിച്ചുവരവ് തന്നെയാണ് പറയാം. കാരണം മാർക്കറ്റിലുള്ള അൺലിമിറ്റഡ് റീസ്റ്റോറേഷനും പല ഫെസിലിറ്റീസും ഈ പ്ലാനിലും ഉണ്ട്. പിന്നെ അതേപോലെ തന്നെ കുറച്ച് കൂടുതൽ ബെനിഫിറ്റ്സ് തന്നെ ഇതിൽ ഇൻസേർട്ട് ചെയ്തിട്ടുണ്ട്. സോണൽ കോപ്പേയ്മെൻറ്റ് എടുത്ത് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ എന്ത് തന്നെയാണെങ്കിലും ICC ലൊമ്പാർഡിൻ്റെ ഒരു സെറ്റിൽമെൻറ്റിനെ കുറിച്ച് ഒരു കോംപ്രമൈസ് തന്നെ ഇല്ല. അടിപൊളി സെറ്റിൽമെൻ്റ് ആണ്. നല്ല ക്ലെയിം എക്സ്പീരിയൻസ് ആണ് കസ്റ്റമേഴ്സും പറയുന്നത്. അപ്പോൾ നമ്മുടെ ത്രൂ കൊടുത്ത പോളിസീസ് തന്നെ അത്രയും ബെറ്റർ സാറ്റിസ്ഫാക്ഷൻ ആണ് കസ്റ്റമേഴ്സിന് ഉള്ളത്. സോ കൂടുതലായിട്ട് ഈ ഒരു പോളിസിനെ കുറിച്ച് അറിയുന്നതിനും ഇതിൻ്റെ പുതിയ അപ്ഗ്രേഡഡ് വേർഷനാണ് ഇപ്പോൾ ഇനി പഴയ ICC ലൊമ്പാർഡിൻ്റെ പഴയ പ്ലാൻ ഹെൽത്ത് അഡ്വാൻറ്റേജ് എന്ന് പറയുന്ന ഒരു പ്ലാൻ നമുക്ക് വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു മുന്നേ. അത് ഇനി ആപ്ലിക്കബിൾ അല്ല. മീൻസ് ഇപ്പോൾ ആൾറെഡി എടുത്ത കസ്റ്റമേഴ്സിന് റിന്യൂവൽ വരെ കണ്ടിന്യൂ ചെയ്യാം. പക്ഷേ പുതിയതായിട്ട് എടുക്കുന്ന കസ്റ്റമേഴ്സിന് ഈ വീഡിയോയിൽ പറയുന്ന ഇപ്പോൾ ഇത്രയും നേരം നമ്മൾ ഡിസ്കസ് ചെയ്ത ഹെൽത്ത് അഡ്വാൻറ്റേജ് 2.0 എന്ന ഈ ഒരു പ്ലാനാണ് നമുക്ക് ആപ്ലിക്കബിൾ ആയിരിക്കുക. അപ്പോൾ ഈ ഒരു പ്ലാനെ കുറിച്ച് കൂടുതൽ അറിയുന്നതിന് ഇത് പർച്ചേസ് ചെയ്യുന്നതിനും സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് നമ്മൾ കോൺടാക്ട് ചെയ്യുക. എൻ്റെ പേര് ശിവ, ഞാനൊരു ഹെൽത്ത് ഇൻഷുറൻസ് അഡ്വൈസറാണ്. താങ്ക് യു.